ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷും ഷാനവാസും ബെഡ്റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അനീഷ് പറയുന്നത് എൻ്റെ ആ ഒരു സ്കൂൾ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു അന്ന് ജയിലിൽ കിടന്നപ്പോൾ എന്ന രീതിയിൽ ഈ പറയുന്ന ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസും തിരിച്ചു പറയുന്നുണ്ട് അന്ന് മനസ്സ് തുറന്ന് ചിരിച്ച ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയാണ്. ഞാൻ ഒത്തിരി ചിരിച്ചു, മനസ്സ് തുറന്ന് തിരിച്ചു. നമ്മളൊക്കെ ഹോസ്റ്റലിൻ്റെ പുറത്ത് കിടന്നിട്ട് മുകളിലേക്ക് നോക്കി കിടന്ന് ചിരിക്കില്ലേ, ആ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് അന്ന് കിട്ടിയത്. ജയിലിൽ നമ്മൾ രണ്ടും അവിടെ തറയിൽ കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നത് അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റത്തില്ല. അതിനകത്ത് പറഞ്ഞില്ലേ സെലിബ്രിറ്റികൾ മേക്കപ്പ് ഇല്ലാതെ വെളിയിൽ ഇറങ്ങില്ല എന്നുള്ള രീതിയൊക്കെ പറഞ്ഞ് ഒരു കോമഡിയും കാര്യങ്ങളും അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു സ്കൂൾ ജീവിതം അല്ലെങ്കിൽ ഒരു കോളേജ് ജീവിതത്തിലേക്ക് തിരിച്ചു പോയ പോലെ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അനീഷ് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു അതെനിക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് പലപ്പോഴും ചിരി പൊട്ടുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കേണ്ട അവസരങ്ങൾ നമ്മൾ പൊട്ടിച്ചിരിക്കുക തന്നെ വേണം. ഇവിടെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ജയിലിൽ ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു കോംബോ ഒക്കെ രസകരമായിരുന്നു. ഇവർ തമ്മിൽ എന്തോ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു കോംബോ നല്ല രീതിയിൽ ഹിറ്റായി വന്നതാണ്. പക്ഷേ ഇവിടെ ഷാനവാസ് വിശ്വാസവഞ്ചന അതോടൊപ്പം തന്നെ എന്താ പറയുക ഒരുമാതിരി വല്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് ആ ഒരു കോംബോയെ നശിപ്പിച്ച് കളഞ്ഞാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഹിറ്റായിട്ട് പോകേണ്ട ഒരു കോംബോയാണ് ഇവർ രണ്ടുപേരുടേത്. അത് രസകരമായിരുന്നു, പ്രേക്ഷകർക്കും ആ കോംബോ കൊണ്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക തുറന്നു കാട്ടും അവനെ തകർക്കും എന്ന് ഒരു ഫ്രണ്ടിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നാൽ ആർക്കാ സഹിക്കുക? അപ്പം ഈ പറയുന്ന അനീഷിൻ്റെ ഫാൻസിന് ഒട്ടും സഹിക്കില്ല, തിരിച്ചാണെങ്കിൽ ഷാനവാസിൻ്റെ ഫാൻസിന് സഹിക്കില്ല. അപ്പോൾ അങ്ങനെ അതിലേക്ക് പോകാതെ ഒന്നിച്ചൊരു ഇതിൽ പോയിരുന്നുവെങ്കിൽ കത്തി കയറിയേനെ ഈ ഒരു കോംബോ. എന്തായാലും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ആ മോർണിംഗ് ടാസ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. അത് മറന്നിരിക്കുകയായിരുന്നു അവർ, എന്നാൽ ആ ഒരു കാര്യം തന്നെ അനീഷ് എടുത്ത് പറയുകയുണ്ടായിരുന്നു. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.